നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ രാമന്തളിയിൽ 2 കുഞ്ഞുങ്ങളടക്കം കുടുംബത്തിലെ 4 പേരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കുടുംബ പ്രശ്നത്തിലെ കോടതി വിധിക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ 4 പേരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാമന്തളി സെന്ററിൽ സ്വദേശി കലാധരൻ 36 വയസ്സാണ്. മാതാവ് ഉഷ 56 വയസ്സ്. കലാധരന്റെ മക്കളായ ഹിമ 6 വയസ്സ്, കണ്ണൻ 2 വയസ്സ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉഷയെയും കലാധരനെയും കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും കുഞ്ഞുങ്ങളെ നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. ഭാര്യയും കലാധരനും തമ്മിൽ കുടുംബ കോടതിയിൽ കേസുണ്ട്. നിലവിൽ ആ കേസ് ഉള്ളതാണ്. കുട്ടികളെ ഭാര്യയ്ക്കൊപ്പം വിടുക എന്നൊരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഈ വിധി താങ്ങാനാകാതെയാണ് കുട്ടികളെ കൊലപ്പെടുത്തി കലാധരൻ ആത്മഹത്യ ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു കോടതി വിധി വന്നതിന് പിന്നാലെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് ഇതാകാം മരണകാരണം എന്നാണ് പ്രാഥമികമായി പോലീസിന്റെ സംശയം. എന്തായാലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് 2 പേരും തൂങ്ങി മരിച്ചതാകാമെന്നാണ് പ്രാഥമികമായി പോലീസിന്റെ നിഗമനം. ഉഷയുടെ ഭർത്താവ് പയ്യന്നൂർ ടൗണിലെ ഓട്ടോ ഡ്രൈവർ AK ഉണ്ണികൃഷ്ണൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ എത്തി. ഒരു 9 മണിയോടെയാണ് അദ്ദേഹം വീട്ടിലെത്തിയത്, രാത്രി 9 മണിയോടെ. അപ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. അദ്ദേഹം സാധാരണ വീട് പൂട്ടിയിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അകത്തുള്ളവരെ വിളിക്കാൻ ശ്രമിക്കും. അത്തരത്തിൽ അദ്ദേഹം വിളിക്കുന്നു. കുറേ നേരം വിളിച്ചു, പക്ഷെ മറുപടിയൊന്നും അകത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഇതേ തുടർന്ന് അദ്ദേഹം സിറ്റ് ഔട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ആത്മഹത്യാക്കുറിപ്പ് കാണുകയായിരുന്നു. സിറ്റ് ഔട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ട ഉണ്ണികൃഷ്ണൻ ആകെ ഭയന്നു. അദ്ദേഹം ഉടൻ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനെ ആത്മഹത്യാക്കുറിപ്പടക്കം കൈമാറി. അദ്ദേഹം വാതിൽ തുറക്കാൻ തയ്യാറായില്ല. ശേഷം പോലീസ് എത്തിയാണ് വാതിൽ തുറന്നത്. വാതിൽ തുറന്നപ്പോഴാണ് ഈ ഭീകര കാഴ്ച കണ്ടത്. അതായത് 2 പേരും ആത്മഹത്യ ചെയ്തിരിക്കുന്നു, കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. പാചക തൊഴിലാളിയായിരുന്നു കലാധരൻ. കോടതി വിധി വന്നതിന് പിന്നാലെ കുട്ടികളെ ഉടൻ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ വീട്ടുകാർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ണികൃഷ്ണനെ ഫോണിൽ വിളിച്ച പോലീസ് കുട്ടികളെ ഇന്ന് വിട്ടുകൊടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് വീട്ടിലെത്തിയപ്പോഴാണ് ഈ ഒരു ദുരന്ത വാർത്ത അറിയുന്നത്. കണ്ണൂർ റൂറൽ SP അനൂജ് പരിവാളിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയാണ് വീട് വാതിൽ തുറന്നതും പിന്നീട് ഈ നടക്കുന്ന കാഴ്ചകൾ അടക്കം കണ്ടതും. എന്തായാലും വളരെ ഭയാനകമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് കോടതിയിലെത്തുന്നു. കോടതി ഭാര്യയ്ക്കൊപ്പം കുട്ടികളെ വിടണമെന്ന് വിധിക്കുന്നു. ഈ വിധിക്ക് പിന്നാലെയാണ് 6ഉം 2 വയസ്സുള്ള 2 കുട്ടികളെ അടക്കം ഇത്തരത്തിൽ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ്. ഒരു വ്യക്തതയൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ കുടുംബത്തെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ഒന്നടങ്കം നടക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.